ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ഉത്തരം തന്നേ തീരൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്നാണ് മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിന്റെ ഒരു സിനിമയിൽ അദ്ദേഹം ഒരു കോടതി മുറിയിൽ വെച്ച് പറയുന്ന ഒരു ഡയലോഗാണ്. ഇത് കേട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം രോമാഞ്ച പുളകിതരായി കൈയടിച്ചുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് നയിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം വളരെ റിയലായി സംഭവിക്കുമ്പോൾ എത്ര പേരാണ് അതിനെ അംഗീകരിക്കുന്നത് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പത്തനംതിട്ടയിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രസംഗത്തിനിടെ ഒരു സാധാരണക്കാരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാ മതി എന്നാണ്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ചോദിക്കാൻ ഉന്നയിച്ച ചോദ്യം എന്താണ് എന്നറിയാൻ ഇന്ന് മാധ്യമങ്ങൾ ആ ദാസ് പി ജോർജ് എന്ന മനുഷ്യന്റെ വീട്ടിലെത്തി. അപ്പോൾ ആ പ്രിയ ദാസൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. പിണറായി തമ്പുരാൻ സംസാരിക്കുമ്പോൾ അടിയങ്ങൾ മിണ്ടാൻ പാടില്ല എന്നാണ്, അതുകൊണ്ട് അടിയനോട് പൊറുക്കുക എന്നാണ് ദാസ് പി ജോർജ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അന്തംഗമികളായ കുറെ ആളുകൾക്ക് ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. എന്നാൽ ഇതേ ആളുകൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്നും ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അവൾ ഹീറോ ആയി. കാരണം അവളുടെ ജാതി വേറെയാണ്, അവൾക്ക് അത്യാവശ്യം പണവും സ്വത്തും പ്രശസ്തിയുമുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും എടുത്ത് ഉയർത്തി. എന്നാൽ ദാസനെ ആരും ഉയർത്തിയില്ല എന്ന് മാത്രമല്ല, ദാസൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയിപ്പിക്കുകയും അത് തെറ്റായി അംഗീകരിക്കുകയുമാണ് ഇവിടുത്തെ കുറെ ആളുകൾ ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ശരിയാണോ? ഞാൻ പറയും, ദാസൻ പറഞ്ഞത് 100% ശരിയാണ്. പൊതുസദസ്സിൽ വെച്ച് ധൈര്യമായി ഒരു മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ കാണിച്ച ചങ്കൂറ്റത്തെയും ധൈര്യത്തെയും തന്നെയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത്. കാരണം പൊന്നുതമ്പുരാൻ വിജയനെ ഒരു നോക്ക് കാണാനും അടുത്തുപോയി ഒരു സംസാരിക്കാനും ഇവിടുത്തെ സാധാരണക്കാർക്ക് എത്ര പേർക്കാണ് കഴിയുക? നവകേരളം എന്ന ഒരു പ്രഹസനമായി കേരളം മൊത്തം ഓടി നടന്ന സമയത്തും പിണറായി വിജയന്റെ അടുത്തേക്ക് ഒരു സാധാരണക്കാരൻ എത്തണമെങ്കിൽ എത്രമാത്രം കടമകൾ ഉണ്ടായിരുന്നു. അതും നേരിട്ടാണോ അയാളുടെ അടുത്തേക്ക് ഒരു പേപ്പറുമായിട്ട് ഒരാൾക്ക് ചെല്ലാൻ കഴിയുക? ശ്രീ പിണറായി വിജയന്റെ ആസനത്തിൽ എന്നും മുഖ്യമന്ത്രി കസാര ഒട്ടിപ്പിടിച്ചിരിക്കില്ല എന്നുള്ളൊരു നഗ്ന സത്യം കേരളത്തിലെ CPM-കാരും അന്തംഗമ്മികളായ ആളുകളും ഒപ്പം ദാസ് പി ജോർജും മനസ്സിലാക്കണം. സാർ, നിങ്ങൾ ചെയ്തത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറവായിരിക്കാം, അറിവ് കുറവായിരിക്കാം, അതെല്ലാം ശരി തന്നെ. എന്നാലും നിങ്ങൾക്ക് വോട്ടവകാശം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ ഒരു ജനപ്രതിനിധിയോട് തീർച്ചയായിട്ടും സംവദിക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന് മാത്രമാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. കേരളത്തിലെ എല്ലാ സംഭവങ്ങൾക്കും വിലക്കയറ്റം അതിരൂക്ഷമായി കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും അതിരൂക്ഷമായി ഭൂനികുതി ആവട്ടെ, കെട്ടിട നികുതി ആവട്ടെ, കറണ്ട് ബില്ലാവട്ടെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒറ്റയടിക്ക് എത്ര രൂപയാണ് ഈ സർക്കാർ കൂട്ടിയിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോട് ഏതെങ്കിലും രീതി ജനം പ്രതികരിക്കുമ്പോൾ അതൊക്കെ ശരിയല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം മറ്റൊരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാറുകൾ ഉണ്ടായ ഒരു 5 കൊല്ലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 12 മണിക്ക് ശേഷം 5 സ്റ്റാറിന് താഴെയുള്ള ബാറുകൾക്ക് പ്രവർത്തിക്കാമെന്നും 5 സ്റ്റാറിന്റെ മുകളിലുള്ള ബാറുകൾക്ക് പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ശ്രീ പിണറായി വിജയൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒരൊറ്റ ബാറിന് പോലും 1 രൂപ പോലും നികുതി കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജനദ്രോഹം മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയനോട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ചോദ്യമാണ് ദാസ് പി ജോർജ് ഉന്നയിക്കാൻ ഇരുന്നത് എന്നുള്ളതും ഭയങ്കര അത്ഭുതകരമാണ്. കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള തുക കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആകുലതയാണ് ദാസ് ഉന്നയിക്കാൻ ഇരുന്നത് എന്നാണ് ദാസ് പറയുന്നത്. ഏതായാലും ദാസിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമാവേണ്ടതാണ്. അതിന് പകരം ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് അത് പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. കാരണം ജീവനിൽ കൊതിയുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിൽ മൊഴി മാറ്റി പറയാൻ നിർബന്ധിതരാകുന്നവരായിരിക്കാം ഒരുപക്ഷെ. പാർട്ടി അതാണല്ലോ ചരിത്രം കേരളത്തെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഭീഷണികൾ ദാസിന് വന്നുകൂടായുകയുമില്ല.
ഏതായാലും ദാസ് അതിന് ക്ഷമ ചോദിച്ചതും എന്റെ ഭാഗത്ത് തെറ്റാണ് എന്നത് പറഞ്ഞതും ഒരിക്കലും മാതൃകാപരമല്ല എന്ന് തന്നെയാണ് വീണ്ടും അടിയുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേരളത്തിലെ സാധാരണക്കാരന് തന്നിൽ അപകർഷതാ ബോധം ഉളവാക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഏത് സമയവും ഏത് വേദിയിൽ വെച്ചും ഏത് ജനപ്രതിനിധിയോടും ധൈര്യമായി ചോദിക്കാവുന്നതാണ്. അവർ അതിന് മാന്യമായി നിങ്ങളോട് പെരുമാറേണ്ടതുമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവരും അറിവുള്ളവരും കേരളത്തിൽ ധാരാളമുണ്ട്. അവരെല്ലാം നിങ്ങൾക്കൊപ്പം നിൽക്കും. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വീട്ടിൽ പോയി ചോദിച്ച മതി എന്ന് പറഞ്ഞ ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത്, ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രീ പിണറായി വിജയൻ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി എന്ന് ജനം പറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഇനി അധികം നാളുമില്ല എന്നുള്ളത് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.